ഹായ് എവരി വൺ, വെൽക്കം ടു ട്രേഡർ സ്പേസ്. നമ്മുടെ വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് ആണ്. വളരെ നാടകീയമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ മാർക്കറ്റ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു സെൽ ഓഫ്, വളരെ വൻപിച്ച രീതിക്കുള്ള ഒരു സെൽ ഓഫും മാർക്കറ്റിൻ്റെ ഒരു യുദ്ധപ്രതീതിയൊക്കെ, യുദ്ധത്തിൻ്റെ ഒരു ഭീതിയൊക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ആഴ്ച അത് എത്രത്തോളം മാർക്കറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും, അതുപോലെ സെബിയുടെ പുതിയ മീറ്റിംഗ് എങ്ങനെ നമ്മുടെ മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതാണ്. മാർക്കറ്റ് നമുക്ക് അനുകൂലമായിട്ട് ഷോർട്ട് സെല്ല് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ നന്നായി മാർക്കറ്റ് സപ്പോർട്ടീവാണ്. നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർക്കറ്റിൽ ഒരു ഡിപ്പ് കറക്ഷൻ കിട്ടട്ടെ എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ അനാലിസിസിലേക്ക് നമുക്ക് കടക്കാം. ഈ വീക്കിൽ എങ്ങനെ നമുക്ക് മാർക്കറ്റ് അനുകൂലമാക്കി എടുക്കാം എന്നുള്ളത് നമുക്ക് ഈ ഒരു അനാലിസിസിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ്. നമുക്ക് ഈ വീക്കെൻഡിലെ മാർക്കറ്റ് അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ ഈ വീക്കിലെ നമുക്ക് ആദ്യം നമ്മുടെ നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് പോകാം. സോ നിഫ്റ്റി നമ്മളിപ്പോൾ നോക്കിയാൽ നമ്മുടെ ജൂണിലെ ഇലക്ഷന് ശേഷം, റിസൾട്ടിന് ശേഷം അവിടെ ഒരു കറക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫോളിന് ശേഷം മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഓൾമോസ്റ്റ് 22,000 നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. 22,800 എന്നുള്ളൊരു ലെവല് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു 22,800 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. 23,000 റേഞ്ചിൽ നിന്നാണ് പെട്ടെന്നൊരു കറക്ഷൻ്റെ ഒരു വലിയൊരു കറക്ഷന് ശേഷം പെട്ടെന്ന് ഇത് തിരിച്ച് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. തിരിച്ച് കയറിപ്പോയി ഓൾമോസ്റ്റ് തിരിച്ച് ഇത് ഏകദേശം 24,000 ഹിറ്റ് ചെയ്ത് 24,000 നിന്ന് 25ഉം 26ലേക്കൊക്കെ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. സോ അത്യാവശ്യം ഇതിന്റെ ടാർഗറ്റ് റേഞ്ച് എന്ന് പറയുന്നത് 26,000 ആയിരുന്നു. പക്ഷെ ഒരു യൂഫോറിക് സ്റ്റേറ്റിനകത്ത് നമ്മൾ ഇവിടെ ഗ്രൂപ്പിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട് യൂഫോറിക് സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട്. സോ എല്ലാവരും മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷായി എന്ന് പ്രതീക്ഷിച്ചിട്ട് ബൈ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, യൂഫോറിക് റേഞ്ച് എന്ന് പറയും. അപ്പോൾ ആ യൂഫോറിക് റേഞ്ചിൽ നിന്ന് സഡൻ ആയിട്ടുള്ള ഒരു സെൽ ഓഫ് വന്ന്, സെൽ ഓഫിന് ശേഷം മാർക്കറ്റ് വീണു. അപ്പോൾ വീഴുമ്പോൾ ഇതുവരെ മാർക്കറ്റ് ഒരു 25,500 ഇല്ലെങ്കിൽ 25,600 വരെയുള്ള ഈ ഒരു ഫോൾ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കൂട്ടാം. മാർക്കറ്റ് ഒന്ന് വീഴുന്നു, പ്രോഫിറ്റ് ബുക്കിംഗ് ആയി ഏകദേശം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് ഇവിടെ ഓൾറെഡി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഡൗണിലാണ് വീഴുന്നത്. ഇവിടെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ഉണ്ട്, അത് വീഴുന്നു. അപ്പോൾ വീഴുന്നിട്ട് അത് തിരിച്ച് താഴേക്ക് പോയിട്ടുണ്ട്. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് 25,240 നിന്ന് ഇത് ഏകദേശം 26,240 വരെ 1000 പോയിന്റ് ഒരു റാലി നടന്നിട്ടുണ്ടായിരുന്നു. അതും ഇടയ്ക്ക് 26,000 നിന്ന് ഒരു ചെറിയൊരു പുഷിങ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ പുഷിങ്ങിന് ശേഷം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനകത്താണ്. ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് ഇതുവരെ കൂട്ടാമെങ്കിൽ ഇത് ഒരു കറക്ഷൻ പ്രോസസ്സിനകത്താണ്. 24,000 to 25,000 വരെയുള്ളത് ഒരു കറക്ഷൻ ഏരിയയാണ്. സോ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയ ആണെങ്കിൽ ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ തന്നെയാണ്. ലോങ്ങർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ, ഷോർട്ടർ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഇതൊരു കറക്ഷൻ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. സോ വലിയൊരു ടൈം ഫ്രെയിമിലാണെങ്കിൽ കറക്ഷൻ ഏരിയ എന്ന് പറയുന്നത് 25,000 താഴോട്ട് മാർക്കറ്റ് വീഴുന്നാലേ അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ വരേണ്ടതുള്ളൂ. യഥാർത്ഥത്തിൽ ഇതൊരു പാനിക് സിറ്റുവേഷൻ അല്ല, ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു സെൽ ഓഫ് നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സെൽ ഓഫ് നടത്തിയത് ആരാണ്? FIs ആണ് അവിടെ ഏറ്റവും കൂടുതൽ സെൽ ഓഫ് നടത്തിയത്. അതിന് രണ്ട് മെയിൻ റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മളിവിടെ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഒന്ന്, നമ്മുടെ സെബിയുടെ മീറ്റിംഗ് വന്നപ്പോൾ വലിയ ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിക്കാണ്, വലിയ ഓപ്ഷൻ ട്രേഡേഴ്സിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിക്കാണ് മാർക്കറ്റിലെ കുറെ സിറ്റുവേഷൻസ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി അവിടെ സംസാരിച്ചതാണ്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിനുള്ളിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. സോ അത് അവിടെ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തു. സോ FIs എന്ന് പറയുന്നത് അത്യാവശ്യം ഹോൾഡുള്ള, മാർക്കറ്റിന്റെ മേളിൽ വളരെ ഹോൾഡുള്ള നോൺ ഇമോഷണൽ ആയിട്ടുള്ള വ്യക്തികളാണ്. സോ അവിടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മുടെ ക്യാൻഡലിനകത്ത് കാണാനും ഉണ്ട്. സോ
അത് സംഭവിച്ചു. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഐസ് കാശ് വെളിയിലേക്ക് എടുക്കുന്നു. മാർക്കറ്റ് എപ്പോഴും സൈക്ലിക്കലാണ്. ഇപ്പൊ യു എസ് മാർക്കറ്റ് കയറുന്നുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കയറുന്നുണ്ടാവും, ഇടയ്ക്ക് ജപ്പാൻ മാർക്കറ്റ് കയറുന്നുണ്ടായിരുന്നു, വീണ്ടും ഇന്ത്യൻ മാർക്കറ്റ് കയറി. അവിടെ രണ്ട് സിറ്റുവേഷൻ വന്നു. അതിനുശേഷം വീണ്ടും ഇപ്പൊ ചൈനീസ് മാർക്കറ്റ് കയറുന്നു. സോ നമ്മളിപ്പോ സ്റ്റോക്കിൽ കയറുന്ന പോലെ തന്നെയാണ് അല്ലെ. ഒരു സ്റ്റോക്ക് കയറി അത് തീരാറായി എന്ന് തോന്നുമ്പോൾ അടുത്ത സ്റ്റോക്ക് ഓവർ വാല്യൂഡ് ആവുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് കാശിടും. ആ സ്റ്റോക്കിൽ നിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് അടുത്ത സ്റ്റോക്കിലേക്ക് കാശിടും. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റോക്കിന്റെ മേലിൽ ഇമോഷണലി ഹിറ്റ് ചെയ്ത് ഇരിക്കാറില്ല അല്ലെ. നമ്മൾ അടുത്ത സ്റ്റോക്കിലേക്ക് മൂവ് ചെയ്യും, കാരണം നമുക്ക് പ്രോഫിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എഫ് ഐയും അതുപോലെ തന്നെയാണ് ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത്. യു എസ് മാർക്കറ്റിൽ നല്ലൊരു മൊമെന്റം ഉണ്ടായിരുന്നു, അവിടെ ട്രേഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ത്യൻ മാർക്കറ്റ് ഒരു മൊമെന്റം ഉണ്ടായിരുന്നു, അവിടെ ട്രേഡ് ചെയ്തു. ജപ്പാൻ മാർക്കറ്റിൽ മൊമെന്റം ഉണ്ടായിരുന്നു, അവിടെ ചെറുതായിട്ടൊന്ന് ട്രേഡ് ചെയ്തു. വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു വലിയൊരു മൊമെന്റം കിട്ടി, അവിടെ ട്രേഡ് ചെയ്തു. ഇപ്പൊ നോക്കുമ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഒരു മൊമെന്റം കിട്ടുന്നുണ്ട്. സോ അവര് ക്യാഷ് വിഡ്രോ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഫണ്ട് എടുത്തുകൊണ്ട് പോയി ആ മാർക്കറ്റിന്റെ ഡിപ്പിൽ അവർ ബൈ ചെയ്യുവാണ്. സോ അവർ ചെയ്യുന്നതിൽ തെറ്റും ഇല്ല. അപ്പോൾ നമ്മൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അവരുടെ ക്യാഷ് ഫ്ലോ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മളത് ചെയ്യുക. അതിന് നമ്മൾ ക്യാഷ് ഫ്ലോ പഠിക്കാൻ ഒരുപാട് വെബ്സൈറ്റ്സ് നോക്കാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ട. നല്ല പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സ് ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ബയ്യറും സെല്ലറും FIDA ഡേറ്റ മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. അതൊരു സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. NSE വെബ്സൈറ്റിനകത്തുണ്ട്, ഒരുപാട് വെബ്സൈറ്റ്സിനകത്ത് അത് ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. സോ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാലും മതിയാവും. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇപ്പോഴത്തെ ചെറിയൊരു ടൈം ഫ്രെയിമിൽ നമ്മളൊരു ചാർട്ട് ഇടുവാണെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഒരു 1 അവറിന്റെ, ഞാനിപ്പോ ഈ പറയുന്ന കംപ്ലീറ്റ് ഒരു ഇൻവെസ്റ്ററിന്റെ മൈൻഡ് സെറ്റിനേക്കാളും ഒരു ട്രേഡറിന്റെ മൈൻഡ് സെറ്റിലാണ് എടുക്കേണ്ടത്. സോ ഇതിപ്പോ അത്യാവശ്യം നല്ലൊരു കറക്ഷൻ, ഒരു ട്രേഡറിന്റെ കറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് സബ്സൈഡ് ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ ഒന്ന് കുറച്ചു നേരം നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇവിടെ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നാളെയോ അടുത്തൊരു ദിവസങ്ങളിലോ വലിയൊരു ഗ്യാപ് ഡൗണിലല്ല ഓപ്പൺ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് കുറച്ചു നേരം ഇവിടെ നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ബയ്യർ വരുവാണെങ്കിൽ കയറും, ഇല്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് പോകും. സോ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് യൂഫോറിക് സ്റ്റേറ്റ് ആണ്. ഇപ്പോ ഇത് വിഴുന്ന് ഇവിടെ നിന്ന് കറക്റ്റ് ചെയ്ത് താഴേക്ക് പോയാലോ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഞാൻ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ അവിടെ പറഞ്ഞത് പുതിയ പൊസിഷൻ ഒന്നും എടുക്കണ്ട, ഞാൻ പേഴ്സണലി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ റീസൺ ക്യാൻഡിൽസ് വീക്ക് ആണ് എന്നുള്ളതാണ്. ലോവർ ലോ എടുത്ത് താഴേക്ക് പോകുന്നതാണ്. സെൽ ഓൺ റൈസ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് മാർക്കറ്റ് പൊക്കോണ്ടിരിക്കുന്നത്. സോ നമ്മുടെ നോളജ് ഉള്ള ആൾക്കാർ അതിനകത്ത് കാശ് ഇറക്കാൻ പാടില്ല. ഇന്ത്യ വിക്സ് കാണുന്നുണ്ട്, വോളറ്റൈലിറ്റി കിക്കിങ് ചെയ്യുന്നുണ്ട്. 7% ആണ് ലാസ്റ്റ് ദിവസം കയറിയത്. ഇതിന്റെ മുന്നത്തെ ദിവസങ്ങളിൽ ഇതിനേക്കാളും കൂടുതലായിരുന്നിരിക്കാം. സോ ഒബ്വിയസ്ലി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യണം. ട്രേഡ് ചെയ്യരുതെന്നുള്ളതല്ല, ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതേ അവിടെയുള്ളൂ. സോ ഇനി അടുത്തൊരു കറക്ഷൻ റേഞ്ച് എന്ന് പറയുന്നത് 24,000 റേഞ്ചിലേക്ക് ഒരു കറക്ഷൻ റേഞ്ച് അവിടെ കാണുന്നുണ്ട്. സോ ഇനി ഒരു ഫോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്ഷൻ നോക്കേണ്ടത് ഈ ഒരു ഏരിയകളിലാണ്. 24,600 അതിനുശേഷം 24,000 എന്നുള്ളത് നമ്മൾ അവിടെ നോക്കി വെച്ചിരിക്കേണ്ടതാണ്. നമ്മൾ അത്യാവശ്യം ഈ ഒരു ഒറ്റ വീക്കിനുള്ളിൽ ഈ ഒരു ഒറ്റ വീഴ്ചയിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പ്രോഫിറ്റ് എടുത്ത ആൾക്കാരാണ്. നല്ലൊരു റിട്ടേൺ കിട്ടിയ ഒരു മാർക്കറ്റ് ആയിരുന്നു. ഇനിയും കിട്ടട്ടെ, താഴോട്ടാണെങ്കിലും മേളിലോട്ടാണെങ്കിലും എന്നുള്ളതേ അവിടെ ഉള്ളൂ. ഓക്കെ, അടുത്ത് കമ്മിങ് ടു ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സെൽ ഓഫ് ആക്ച്വലി ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിനുള്ളിലും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഗ്രൂപ്പിലേക്ക് പോയി നോക്കിയാൽ അതവിടെ ഉണ്ടാവുമായിരിക്കും. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്യാൻഡില് ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇത്രയും വലിയൊരു ഇഞ്ചക്ഷൻ, ഒരു പ്രൈസിന്റെ മേളിലൊരു ഇഞ്ചക്ഷൻ വന്നപ്പോൾ എനിക്കത് പേഴ്സണലി അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് അല്ല ഫീൽ ചെയ്തത്. ഒരു സ്റ്റോപ്പ്, അതായത് കുറച്ച് കാൻഡിൽസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് പറയുന്നത്. സിംഗിൾ കാൻഡിൽ അത് വീഴുന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രോഫിറ്റ് ബുക്കിങ്ങിനേക്കാളും അവിടെ ഒരു ഒരു പുട്ട് ഈ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരുടെ ഒരു എൻട്രി ആയിട്ട് അതവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു യൂഷ്വൽ 5 മിനിറ്റ് മാർക്കറ്റിനകത്ത് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അത് അങ്ങനെ ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. മാർക്കറ്റിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിട്ട് ഫീൽ ചെയ്തു. ആ മൊമെന്റം, ആ ഒരു ട്രേഡിംഗ് അവറിന് ഉള്ളിൽ അതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് തന്നെയായിരുന്നു. എന്നാൽ ഇത് ലാർജർ ഫ്രെയിമിലേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ അത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് എന്നല്ല പറയുക, അവിടെ ഒരു ഷോർട്ട് സെല്ലിങ്ങിന്റെ പൊസിഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ രണ്ടായിട്ടും എടുക്കാം, ഏതായിട്ടും എടുക്കാം. ഒരു ഇൻവെസ്റ്ററിനാണെങ്കിൽ അതൊരു ഷോർട്ട്
സപ്പോർട്ടിങ് മാർക്കറ്റിന്റെ ക്രിയേഷൻ ആയിട്ട് ഫീൽ ചെയ്യാം. ആ സമയത്ത് ഞാനൊരു ട്രേഡറാണ്. അപ്പോൾ എനിക്കതൊരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ അവിടെ അപ്പോൾ തന്നെ അത് പറയുകയും ചെയ്തിരുന്നു. നിങ്ങൾക്ക് പിന്നിലേക്ക് നോക്കാം. ആ ഒരൊറ്റ സിംഗിൾ ക്യാൻഡിൽ കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 500 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ഒരു കാരണവും ഇല്ലാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് കറക്റ്റ് ചെയ്തു. അടുത്ത ദിവസം രാവിലെയൊക്കെ വളരെ ലോയിലാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് അത് നോർമലൈസ് ചെയ്തു. അപ്പോൾ അത്രയും വലിയ ഓർഡേഴ്സ് അവിടെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കണ്ടിന്യൂവേഷൻ കൂടെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ അതിൽ നോക്കിയാൽ അതിന് മേളിൽ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. ആ ഒരൊറ്റ ക്യാൻഡിലെ സെൽ ഓഫിലാണ് മാർക്കറ്റ് ഇത്രയും താഴെ പോയിട്ടുണ്ട്. ആ ഒരു ക്യാൻഡിൽ കാരണമല്ല മാർക്കറ്റ് പോയത്, പക്ഷെ അവിടെ തിരിച്ചൊരു കൗണ്ടർ ഡയറക്ഷൻ വന്നതോടുകൂടി ഇവിടെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു കൗണ്ടർ ഡയറക്ഷൻ വന്ന് അതിന്റെ ലോ ബ്രേക്ക് ചെയ്യപ്പെട്ടതോടുകൂടി ആ മാർക്കറ്റ് വീഴുകയും പിന്നീട് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മളത് കണ്ടത്. സോ മാർക്കറ്റ് എങ്ങനെ സെറ്റ് ചെയ്തു വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് ഇതിന്റെ സപ്പോർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് ഇതിന്റെ നമ്പേഴ്സ് നോക്കിയാൽ നമ്മൾ 52,000 തൊട്ട് അടുത്താണ് നിൽക്കുന്നത്. കുറച്ച് താഴോട്ട് പോയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അവിടെ വരാം. ഇപ്പൊ ഇതിന് മേളിൽ നിൽക്കാനാണ്, ക്ലോസ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷെ അവസാനത്തെ ഒരു മുന്നത്തെ ദിവസത്തെ ഒരു അവസാനത്തെ ക്യാൻഡിലുകളിൽ ഇല്ലെങ്കിൽ ഒരു 12 മണിക്ക് ശേഷമുള്ള ഒരു ക്യാൻഡിൽസ് മാർക്കറ്റിനെ കുറച്ചുകൂടെ ഒന്ന് ഡിപ്പിലേക്ക് ഇറക്കി. സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് വീക്കാണ്. സോ നാളെ ഓപ്പൺ ചെയ്യുന്ന എവിടെയെന്ന് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്തെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. സോ ഈ ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ലോങ്ങർ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടൈം ഫ്രെയിം ആയിരുന്നു. ഇത് കാണുന്നുണ്ടോ? ഇതിലേക്ക് തിരിച്ച് കീറിപ്പോയ ആ ഒരു യൂഫോറിക് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ച് വീണ്ടും ട്രെൻഡ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. സോ ഇനി ഇവിടെ നിന്ന് ബൗൺസ് ചെയ്യുമോ ഇല്ല, ഫർദർ ഫോൾ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ഒരു മൾട്ടി ഇയർ ഇല്ലെങ്കിൽ മൾട്ടി മന്ത് ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ പോകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. നമുക്ക് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം എന്നുള്ളതല്ലാണ്ട് അതിന്റെ വിന്നിങ് പ്രോബബിലിറ്റി മാർക്കറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ആ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെ അവര് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അത് പോവുക. സോ നമ്മൾ വി ഹാവ് ടു ബി പ്രിപ്പയർഡ്. നമ്മുടെ ആ ഒരു മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും ആ ഒരു ഇവന്റിനെ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് പോകുമ്പോൾ നിങ്ങളുടെ ചാർട്ടിനകത്ത് നിങ്ങൾ ഇതെങ്കിലും ശ്രദ്ധിക്കും. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നിങ്ങൾ ചാർട്ട് നോക്കും, പിന്നിലേക്കുള്ള ഒരു ഡേറ്റ നോക്കിയില്ലെങ്കിൽ പോലും. സോ അതുപോലും റിലവന്റ് ആണ്. 1 2 3 4 5 ടൈംസ് ഹിറ്റ് ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ തന്നെയാണ് അല്ലേ. സോ കീപ്പ് ഇൻ മൈൻഡ്, നമുക്ക് ഈ അനാലിസിസ് ഒക്കെ യൂസ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്തതാണ് ഇങ്ങനെ ഒരു ട്രെൻഡ് ഇതെടുക്കണം എന്നില്ല എങ്കിൽ പോലും ഇത് ചിലപ്പോൾ വാലിഡ് ആയാലോ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. ചിലപ്പോൾ വന്നാൽ നമുക്കത് നോക്കുക എന്നുള്ളതാണ്. നോട്ട് ഷുവർ, നമുക്ക് നോക്കാം. ഓക്കെ, പെട്ടെന്ന് ഫീൽ ചെയ്തൊരു ലൈനാണ് ഞാൻ ഇവിടെ എക്സ്ട്രാ വരച്ചിട്ടത്, അറിയില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. മാർക്കറ്റ് ഒരു സപ്പോർട്ട് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. സോ നിഫ്റ്റി സപ്പോർട്ടിന്റെ മേളിലാണ് നിൽക്കുന്നത്, ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ട് സപ്പോർട്ടിന്റെ താഴെയാണ് നിൽക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓക്കെ. 50,000 ആണ് അടുത്ത സപ്പോർട്ട്. സോ ഇനിയൊരു കറക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് താഴേക്ക് ഷോർട്ട് ചെയ്യാം. ഇല്ല, മാർക്കറ്റ് ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ സേഫ് ആയിട്ട് 52,000 മേളിൽ നമുക്ക് ട്രേഡ് ചെയ്യാന്നുള്ളതാണ്. സോ ഇതാണ് എന്റെ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. നന്നായിട്ട് തിങ്ക് ചെയ്യുക. മാർക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ വലിയ ക്യാപിറ്റൽ ഇട്ട് വലിയൊരു പ്രോഫിറ്റ് എടുക്കുന്ന ഒരു മാർക്കറ്റ് അല്ല ഇത്. മീഡിയം ക്യാപിറ്റൽ ഇട്ട് മീഡിയം റിസ്ക് എടുത്ത് മീഡിയം ലാഭവും നഷ്ടവും മുന്നിൽ കണ്ടുകൊണ്ട് ട്രേഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള പോളിംഗ് നമ്മൾ എടുത്ത് നോക്കിയപ്പോൾ 53% ആൾക്കാർ പ്രോഫിറ്റിലാണ്. ഓപ്ഷൻ ബൈയിങ്ങിൽ നിന്ന് പകുതി പേരും നമ്മുടെ സ്റ്റുഡൻസ് തന്നെയാണ്. സോ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ വിശ്വാസത അവിടെ ഫീൽ ചെയ്യുന്ന അതുകൊണ്ട് തന്നെയാണ്. പേഴ്സണലി അറിയുന്ന ആൾക്കാരുണ്ട്, P&L അയച്ചു തന്ന ആൾക്കാരുണ്ട്. സോ അവര് വെരി ഗുഡ് P&L എന്ന് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി കണ്ടതാണ് എത്ര വലിയൊരു പ്രോഫിറ്റ് ആണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ നമുക്ക് വെരിഫൈഡ് P&L പോലെയാണ് അവരുടെ P&L എന്ന് പറയുന്നത്. സോ അതിലേക്ക് എത്തിപ്പെടാൻ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ അത് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക. ഗ്രൂപ്പിനുള്ളിൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ പേഴ്സണലി ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാലോ ഒരു സപ്പോർട്ട്, എനിക്ക് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കണമെന്ന് ഫീൽ ചെയ്താലൊക്കെ നിങ്ങൾക്ക് അവിടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ റിപ്ലൈ കിട്ടുന്നുണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് ശരിയാക്കാൻ പറ്റുന്നതല്ല ട്രേഡിങ്, ഇല്ലെങ്കിൽ അതിൽ നിന്ന് പെട്ടെന്നൊരു മാജിക് ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ
ബി പ്രിപ്പയർ ഫോർ സം ഇയേഴ്സ്. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാം. സോ അടുത്ത വീക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ. നെക്സ്റ്റ് വീക്കിലെ പോള് നമുക്ക് അപ്പോ ഇടാം. അപ്പോ ഇതിൽ നിന്നും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും വീണ്ടും മുന്നിലേക്ക് നമ്മൾ കയറട്ടെ എന്ന് വിശ്വസിക്കുന്നു. 53 എന്നുള്ളത് നമുക്ക് 55 കിട്ടിയാൽ അത്രയും സന്തോഷം. ഓക്കെ, അപ്പോ ടേക്ക് കെയർ.